പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. മക്കളുടെ വിമോചനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവിടുത്തെ വലിയ ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഈ വലിയ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒരുമിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തെ രക്ഷിക്കുവാൻ വരണമേ. അങ്ങേ ആണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. കർത്താവേ, കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും ഈ മക്കളെയും ഞങ്ങളുടെ മക്കളുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. നിർവീര്യമായി പോകട്ടെ. ഞങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആത്മാവിനാൽ നയിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വലിയൊരു വിമോചനത്തിന്റെ മേഖല നമ്മുടെ മക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള പിശാചിന്റെ പ്രവൃത്തി. അതായത് നമ്മുടെ മക്കള് ദൈവത്തോട് ചേർന്ന്, ഈശോ പറഞ്ഞ പോലെ തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ ഈശോയോട് ചേർന്ന്, ദേവാലയത്തോട് ചേർന്ന് കൂദാശകളിൽ ദൈവബന്ധത്തിൽ വളരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തികൾ നമ്മുടെ മക്കളെ പള്ളിയിൽ നിന്നും കൂദാശയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നുമൊക്കെ അകറ്റിക്കൊണ്ടുപോയി. ഞാൻ ഓർക്കുക, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം അനേകം മാതാപിതാക്കൾ പറഞ്ഞ കാര്യമാണ്, അച്ഛാ 10ാം ക്ലാസ് വരെ എന്റെ കൊച്ച് അൽത്താരയിലും പള്ളിയിലും സംഘടനകളിലും പ്രാർത്ഥനകളിലും ഒക്കെ സജീവമായിരുന്നു. പിന്നെ ഈ പിശാച് ഇവനെ പള്ളിയിൽ നിന്ന് പിടിച്ചിറക്കി. പള്ളി പോവില്ല, പ്രാർത്ഥിക്കുന്നില്ല. നമുക്കറിയാലോ, അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് 2 വഴിയുള്ളൂ. ഒന്നുകിൽ ദൈവത്തിന്റെ കൂടെ ജീവിച്ച് ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ വളരാം, ഇനി അല്ലെങ്കിൽ വേറെ ഒറ്റ വഴിയുള്ളൂ, പിശാചിനാൽ നയിക്കപ്പെട്ട് അവനെ കെട്ട് അവനാൽ നിയന്ത്രിക്കപ്പെട്ട് നശിച്ച് അടങ്ങിപ്പോകാം, അല്ലാണ്ട് വേറെ ഒരു വഴി. അതുകൊണ്ട് ഈ പിശാച് ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി അതിശക്തമായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഹോസിയ പ്രവാചന പുസ്തകത്തില് 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം പറയുന്നുണ്ട്, തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു വരുവാൻ അവരുടെ പ്രവൃത്തികൾ തന്നെ അവരെ അനുവദിക്കുന്നില്ല. എന്തെന്നാൽ വ്യഭിചാര ദുർഭൂതം അവരിൽ കൂട്ടിക്കൊള്ളുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അറിയണം, ഏതെങ്കിലും പിശാച്, വ്യഭിചാര ദുർഭൂതമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആത്മാവ് പിശാച് കേറിയാൽ ആദ്യത്തെ പണി അവനെ പള്ളിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാന്നുള്ളത്. യൂദാസില് പിശാച് കയറിയപ്പോ അവൻ ആ കൂട്ടായ്മ വിട്ടു. അന്ത്യത്താഴ വേളയില് ഈശോയെയും ശിൽഹന്മാരെയും വിട്ട് അവൻ പടിയിറങ്ങിപ്പോയി. പിശാച് അവനെ കൊണ്ടുപോയി എന്ന് പറയാം. ഇതുപോലെയാണ് നമ്മുടെ മക്കളെ ഈ പിശാചുക്കൾ കയറിയിട്ട് പള്ളിയിൽ നിന്ന് വലിച്ച് ഇറക്കിക്കൊണ്ടുപോകും. ഉദാശയില്ല, കുമ്പസാരയില്ല, വിശുദ്ധ കുർബാന, ഈശോയെ കിട്ടുന്ന ദിവ്യകാരുണ്യം, തന്റെ ശരീരം, തന്റെ രക്തം, ഈശോ വസിക്കുന്ന, ഈശോയാൽ നിറയപ്പെടുന്ന അഭിഷേകം, അത് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയല്ല ഇറക്കി കൊണ്ടുപോവാ.
എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ പിശാചിനെ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുവിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്ന വലിയ അനുഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഞങ്ങളുടെ മക്കളിലുള്ള ദേവാലയത്തിൽ നിന്ന് അകറ്റുന്ന, ദൈവമേ അങ്ങയിൽ നിന്ന് അകറ്റുന്ന പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ആ മക്കളെ മോചിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഇങ്ങനെ കൊണ്ടുപോകുന്ന അരൂപികൾ കടന്നു വരുന്നത് പല മേഖലകളിലുള്ളവരാണ്. ആഭിചാര്യ മന്ത്രം നമ്മൾ പൊതുവായ ബഹിഷ്കരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മേഖലകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്ന കൂട്ടുകെട്ടുകള്, വശീകരണ യന്ത്രങ്ങള്, മറ്റു പല ആഭിചാര്യത്തിന്റെ അവസ്ഥകള് ദേശത്തിന്റെ അരൂപികളുണ്ട്. ഒരു ദേശത്ത് പൈശാചിക ശക്തി അതിശക്തമായിട്ട് പ്രബലമായിട്ട് വരുമ്പോ അതിന്റെ ആധിപത്യം ഈ കൊച്ചിനെ സ്വാധീനിക്കുമ്പോ ആ കുഞ്ഞിനെ പതുക്കെ പതുക്കെ കർത്താവിന്ന് അകറ്റും. കർത്താവിന്ന് അകന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ നശിപ്പിക്കാൻ പിശാചിന് എളുപ്പമാണ്. മദ്യത്തിലേക്കോ കൂട്ടുകെട്ടിലേക്കോ നാശത്തിലേക്കോ പ്രേമബന്ധങ്ങളിലേക്കോ മറ്റ് ജടിക പാപങ്ങളിലേക്കോ അക്രമത്തിലേക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കോ ആത്മഹത്യയിലേക്കോ മറ്റ് നാശകരമായ പ്രവൃത്തികളിലേക്ക് നയിക്കാൻ ഈശോയിൽ നിന്ന് അകന്ന് കിട്ടിയാൽ പിശാചിന് പെട്ടെന്ന് പറ്റും. അതുകൊണ്ട് നമ്മുടെ മക്കളെ എന്ത് ആത്മാവാണോ, ഏത് ആത്മാവാണോ ഈശോയിൽ നിന്ന് അകറ്റാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ആ ആത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അതിനെ വിടുവിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ കർത്താവിന് വേണ്ടി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അതിന് അപ്പന്റെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം, അമ്മയുടെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം, അഭിഷിക്തന്റെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. ദൈവമക്കളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന സകല ആത്മാക്കളെയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി നമ്മുടെ മക്കളെ വിടുവിച്ചെടുക്കും. നമ്മുടെ മക്കളെ ഈശോയിലേക്ക് വന്നാൽ പിന്നെ കർത്താവ് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് നയിച്ചോളും, കർത്താവ് നിയന്ത്രിച്ചോളും, കർത്താവ് വളർത്തിക്കോളും, കർത്താവിനാൽ വളർന്നോളും. ഈ അഭിഷേകം ലഭിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ മേഖലയിൽ വലിയൊരു വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം കർത്താവിനോട് ഐക്യപ്പെട്ട് കർത്താവിൽ വളരുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറുവാൻ വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാന സന്നദ്ധിയിൽ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിമോചന പ്രാർത്ഥനയിലേക്ക് നമ്മുടെ മക്കളെല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിന്മ നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ. നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിമോചന പ്രാർത്ഥനയുടെ ശക്തി നമ്മിൽ നമ്മുടെ കുടുംബത്തിലും പ്രകടമാകാൻ വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയില് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരും നെറ്റിയില് കുരിശിന്റെ മുദ്ര വയ്ക്കും. വിമോചന പ്രാർത്ഥനയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ജ്ഞാനസ്നാന വ്രതങ്ങളെ നവീകരിച്ച് ആ വ്രതങ്ങൾക്ക് നമ്മുടെ കുടുംബത്തെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന്
ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, ഈ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഇടയാകട്ടെ. ആമേൻ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ദിവ്യാനുസരണത്തിൽ സമർപ്പിച്ചുകൊണ്ട് വിമോചന പ്രാർത്ഥനയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകളുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ മക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉദാശയിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് അകറ്റുന്ന പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷങ്ങളെ, ഇസ്ലാമിക ജിന്നിന്റെയും ഹലാലിന്റെയും വശീകരണ യന്ത്രങ്ങളുടെയും ലവ് ജിഹാദിന്റെയും ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവയൊന്നും ഈ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന അങ്ങയുടെ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന, കർത്താവിൽ നിന്ന് അകറ്റുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും, സ്വാധീനങ്ങളിൽ നിന്നും, ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും, എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവർത്തികൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും, തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി ഇവരെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവർ കർത്താവിന്റെ സ്വന്തമായിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് മക്കളിൽ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഇവരെ നിറയ്ക്കട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി അങ്ങയോട് ചേർന്ന് ഉദാശയിൽ, ദേവാലയ ബന്ധത്തിൽ, പ്രാർത്ഥനാ ബന്ധത്തിൽ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ മക്കളെ വിടുവിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ മക്കളെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അങ്ങയോടുള്ള ആഴപ്പെട്ട ബന്ധത്തിൽ കൃപയ്ക്ക് മേൽ കൃപയിൽ വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈശോയെ വിട്ടുപോയതിലൂടെ നഷ്ടപ്പെട്ടു പോയ കൃപയും ആ ജീവന്റെ സമൃദ്ധിയും ആ ബന്ധവും വീണ്ടും നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി സ്തുതിച്ച്
ആരാധിച്ച് മഹത്വപ്പെടുത്തി ആ വലിയ അഭിഷേകം പ്രാപിക്കാൻ നമ്മെ നമ്മുടെ കുടുംബത്തെയും മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്വയ നന്ദി, സ്വയ സ്തുതി, സ്വയ ആരാധന, സ്വയ മഹത്വം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. നമ്മുടെ മക്കളെയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും കർത്താവിന്റെ തിരുഹൃദയത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മുടെ മക്കൾക്കും നമുക്ക് എല്ലാവർക്കും ഇടയാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മുടെ മക്കളുടെ ഇപ്പോഴത്തെ പരീക്ഷ, മറ്റു അവസ്ഥകള്, ചില വിടുതൽ വേണ്ട മേഖലകള് എല്ലാം സമർപ്പിച്ചുകൊണ്ടും അതിനെല്ലാം കർത്താവിന്റെ ശക്തി നമ്മുടെ മക്കളുടെ മേൽ പ്രകടമാകാനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഈശോയെ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. ആരാധന, മഹത്വം കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മക്കളെ, നാളെയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഉപവാസ പ്രാർത്ഥന നമ്മൾ വച്ചിരിക്കുന്നത്. 16-ാം തീയതി ഞായറാഴ്ച നാളെ രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിക്കും. പിന്നീട് നമ്മൾ ഈശോയെ നിലച്ചു വെച്ച് മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിടുതൽ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അച്ഛൻ പറഞ്ഞ പോലെ നിങ്ങൾ എഴുതിക്കൊണ്ട് വന്ന് അർത്താരുടെ മുമ്പിൽ നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകം ഈശ്വര മുമ്പിൽ പ്രാർത്ഥിക്കും. 4 മണിയോടുകൂടി അവസാനിക്കും കേട്ടോ. 4 മണിക്ക് നമ്മൾ നേർച്ച ഒരു ചെറിയ കഞ്ഞിയൊക്കെ ആയിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ബാക്കി എല്ലാ സമയവും വെള്ളവും മറ്റു കാര്യം ഉണ്ടാവും. ഉപവാസ തപസ് പ്രാർത്ഥനയാണ് മക്കൾക്ക് വേണ്ടി. നമ്മൾ ഉപവസിച്ച് പറഞ്ഞ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പൈശാചിക ശക്തികൾ വിടിവിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കാർമൽ ധ്യാനകൻ ഇവിടെ വന്ന് കേട്ടോ. ഇവിടെ ലൈവ് ഒന്നും ഉണ്ടാവത്തില്ല. നമുക്ക് ഇവിടെ വന്ന് സാധിക്കുന്ന മക്കളിവിടെ വന്ന് പ്രാർത്ഥിക്കാം. വരാൻ പറ്റാത്തവര് ആത്മന നിങ്ങൾ ഞായറാഴ്ച കുർബാനയ്ക്ക് കൂടി ആത്മന ഈ കാർമൽ ധ്യാന കേന്ദ്രത്തോട് ചേർന്നിരുന്നുകൊണ്ട് നിങ്ങൾ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. വലിയ വിടുതലും സ്വാതന്ത്ര്യവും കർത്താവ് നമുക്ക് തരും. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന എല്ലാവരും കേട്ടോ. രജിസ്ട്രേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വരാം. രാവിലെ 8 മണി മുതൽ 4 മണി വരെ എല്ലാവരെയും അച്ഛനൊരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ദിവസങ്ങളൊക്കെ അച്ഛന് പല സ്ഥലത്തും ധ്യാനങ്ങളാണ്. വൈകുന്നേരങ്ങളിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണേ. അച്ഛൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.